കുട്ടികളെ കൊണ്ട് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ ഇനി ആരും വിഷമിക്കേണ്ട, പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചെല്ലുന്ന രീതിയിലുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാ അമ്മമാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളെ. ഞാനിവിടെ മൾട്ടിഗ്രെയിൻ്റെ ഓട്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സാധാ ഓട്സ് വെച്ചിട്ടും ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് ഓട്സാണ് എടുക്കുന്നത്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം കുറച്ച് നട്ട്സും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് 2 വാൽനട്ടും 4-5 ബദാമുമാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് നട്ട്സ് ആയാലും അത് ചേർക്കുക അതിനകത്ത്. പിന്നെ നട്ട്സിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ചേർക്കുന്നത്. ഇനി റോബസ്റ്റയുടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ വേണമെന്നില്ല, ഏത്തപ്പഴമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറുപഴം ഏതായാലും കുഴപ്പമില്ല. ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു എഗ്ഗും ഒരു ഡേറ്റ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എൻ്റെ മോൻ എന്നെ കൊണ്ടുണ്ടാക്കി, അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെടുത്ത റോബസ്റ്റയുടെ ഉള്ളിൽ കുറച്ച് ഭാഗം കേടുണ്ടായിരുന്നു, അത് കാരണം ഞാനത് കളഞ്ഞു. അതിന് പകരമായിട്ട് ഒരു കഷ്ണം ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 നുള്ളു ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, കാരണം പഴത്തിനും ഡേറ്റ്സിനും ഒക്കെ മധുരം ഉള്ളതുകൊണ്ട് ആവശ്യമില്ല. പിന്നെ അല്പം പാലും കൂടി ഒഴിക്കുന്നുണ്ട്. പാലാദ്യം കുറച്ച് ഒഴിക്കാവുള്ളൂ, ഒന്ന് അടിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. ഓട്സ് ആയതുകൊണ്ട് ഇത് നല്ലപോലെ കുറുകിയിരിക്കും. അപ്പോൾ കുറേശ്ശെ പാൽ ചേർത്തിട്ട് വേണം 2-3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരുവേ. അപ്പം നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് തന്നെ ലൂസാക്കി എടുക്കണം. പാൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർ വെള്ളം ഉപയോഗിച്ചാലും മതിയേ. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് ചുടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ നല്ലതായിരിക്കും. ഞാനിതിനകത്ത് സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, ഡയറക്റ്റ് ഇത് കോരി ഒഴിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം ഓരോരുത്തരും എടുക്കുന്ന ഓട്സ് ഓരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പം ഇവിടെ ഏകദേശം ഞാനൊരു 1/2 ഗ്ലാസ് പാലോളം ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഞാൻ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചുടാൻ പോവുകയാണ്. ചുടുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്നത് നമ്മുടെ തവയിൽ നിന്ന് പറഞ്ഞു പോരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അല്ലെങ്കിലും പോരും, ചേർക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പം നെയ്യ് ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തവ ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയ തവി മാവ് കോരി ഒഴിക്കാം. ഇത് ദോശ പരത്തുന്ന പോലെ ഒരുപാട് അങ്ങ് പരത്തരുത്, അതുപോലെ അടി ചേർത്ത് പരത്തുകയും ചെയ്യരുത്. മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. ഇത് ഞാൻ ചെറിയ വലുപ്പത്തിലാണ് ചുടുന്നത്, കാരണം ഓട്സ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം മുറിഞ്ഞു പോരാൻ സാധ്യതയുണ്ട് ഒരുപാട് വലുപ്പമായാൽ. ഇടയ്ക്കൊന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചുടാനേ. ചുടുന്ന സമയത്ത് മാവ് ഒത്തിരി തിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസും ആയി പോകരുത്, എന്നാൽ ഒത്തിരി ടൈറ്റും ആയിട്ടിരിക്കരുത്. ചെറുതായിട്ട് ചുടുന്ന കാരണം ഈ തവയിൽ 2 എണ്ണം വീതം ചുട്ടെടുക്കാൻ പറ്റും. ഇത് മറിച്ചിട്ട് അധിക സമയം മുപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇത് ലാസ്റ്റ് പാൻ കേക്കാണ്. ഈ ഒരളവിൽ മാവെടുത്തിട്ട് എനിക്കൊരു 7 പാൻ കേക്ക് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും ഹണിയും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനെ ബട്ടറും ഹണിയും ഇഷ്ടമുള്ള കുട്ടികൾക്ക് അത് ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറിയും ബ്ലൂബെറിയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറി ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലേ. ഇപ്പോൾ ഈ സമയത്ത് നല്ല വലിപ്പമുള്ള സ്ട്രോബെറി മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുന്നതും കൂടെ കണ്ടാലോ. എൻ്റെ വീട്ടിൽ പാൻ കേക്കിൻ്റെ ഒരു ഫാനുണ്ട് കേട്ടോ, ആൾ കഴിക്കുന്നത് നമുക്ക് കാണാം. ഇഡലിയോ ദോശയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന ആൾ ഇത് മിനിറ്റ് വെച്ച് കഴിച്ച് തീർക്കുവേ. കണ്ടില്ലേ എത്ര എൻജോയ് ചെയ്താൽ കഴിക്കുന്നതെന്ന്. വീട്ടിൽ കുട്ടികളുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. കേട്ടില്ലേ കൃഷ്ണൻ്റെ അഭിപ്രായം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.